ഇവിടെ ഒരു 3 ഇഞ്ച് നമ്മളിത് കാണിക്കുന്നുണ്ട്, ഇത് 2.5 ഇഞ്ച്. അപ്പോൾ ആ ഒരു വ്യത്യാസം കാണാം. ശരിക്കും ആ ഒരു കൊളാപ്സ് നമുക്ക് അവിടെ കാണാം. ഈ ചിത്രത്തിൽ കാണാം പല്ലുകളെല്ലാം തേയ്മാനം സംഭവിച്ചിട്ട് കൊളാപ്സ് ചെയ്ത് പോയത്. നമ്മൾ ആ തേയ്മാനം സംഭവിച്ച പല്ലുകൾക്ക് ക്രൗൺ കൊടുത്തോടുകൂടി അത് കറക്റ്റഡ് ആയി. അപ്പോൾ ആ ഫേസ് ലിഫ്റ്റഡ് ആയി. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് കൊളാപ്സ് വരും, ഫേഷ്യൽ കൊളാപ്സ് വരും. ആ കൊളാപ്സ് വരുന്നതോടുകൂടി മുഖം അങ്ങ് ചുക്കിച്ചുളിഞ്ഞ് ആകെ അങ്ങ് ചുരുങ്ങിപ്പോവും. പലപ്പോഴും വർഷങ്ങളോളം ഡെഞ്ചേഴ്സ്, അതായത് ഊരിക്കഴുകുന്ന പല്ലുകൾ വെച്ചിട്ടുള്ള പേഷ്യൻസിൽ നമുക്കിത് കാണാൻ സാധിക്കും. അതായത് മോണയും കവളും ഒട്ടിയ ഒരു അവസ്ഥ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. സിവിയർ ആയിട്ടുള്ള ബോൺ ലോസും എല്ലാം വന്നു കഴിയുമ്പോൾ, അതായത് പല്ല് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മോണ ചുരുങ്ങാൻ തുടങ്ങും. മോണ ചുരുങ്ങുന്നതോടുകൂടി കവള് ഒട്ടും. അപ്പോൾ അനേകം